ഹരേ കൃഷ്ണ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സമയചക്രത്തിൽ ഒരിക്കലെത്തുന്ന ദിവ്യാനുഗ്രഹത്തിൻ്റെ ഒരു കാലം, ഭക്തിയുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന വിശുദ്ധ മാസം, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സ്വന്തം മാസമായി ആരാധിക്കപ്പെടുന്ന പുരുഷോത്തമ മാസം, ലോകം ഒരിക്കൽ മലമാസം എന്ന് അവഗണിച്ച ഈ കാലഘട്ടം ഭഗവത് കൃപയാൽ ഇന്ന് ഏറ്റവും പുണ്യമായി ആത്മീയ മാസമായിട്ട് മാറിയിരിക്കുന്നു. ജപത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ദാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മഹത്വം അനവധി മടങ്ങ് വർദ്ധിക്കുന്ന ഈ വിശേഷ മാസത്തിൻ്റെ രഹസ്യങ്ങളും മഹിമകളും നമുക്ക് ഇന്നറിയാം. ശബ്ദവും തിരക്കുകളും നിറഞ്ഞ ജീവിതത്തിനിടയിൽ മനസ്സിനെ ദൈവത്തിലേക്ക് തിരിച്ചു നയിക്കാൻ എത്തുന്ന വിശുദ്ധ ഇടവേളയാണ് പുരുഷോത്തമ മാസം. ജപത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഭക്തിയുടെയും ഈ കാലം ആത്മാവിനെ ശുദ്ധീകരിച്ച് ഭഗവത് കൃപയിലേക്ക് നയിക്കുന്ന ദിവ്യ അവസരമായിട്ട് വിശ്വസിക്കപ്പെടുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിന് സമർപ്പിച്ച വിശേഷ മാസമാണ് പുരുഷോത്തമ മാസം. ഭക്തിയും പ്രാർത്ഥനയും ആത്മീയ ജീവിതവും കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാൻ ഹിന്ദു സമ്പ്രദായം ഈ മാസത്തെ അത്യന്തം പുണ്യകാലമായിട്ട് കണക്കാക്കുന്നു. നമ്മുടെ മക്കളുടെ ഉന്നതിക്കും പഠനത്തിലെ വിജയത്തിനും വേണ്ടി മാതാപിതാക്കൾക്ക് നോൽക്കാവുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വ്രതമാണ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? വർഷത്തിൽ നമ്മൾ നോൽക്കാൻ വിട്ടുപോയ 100 ഏകാദശികളുടെ ഒരേ ഒരു ഫലം ഒറ്റ ദിവസം കൊണ്ട് നൽകുന്ന ഒരു അപൂർവ വ്രതമുണ്ട്. അതെ, ഈ 3 വർഷത്തിലൊരിക്കൽ നമ്മുടെ കലണ്ടറിൽ വരുന്ന മഹാവിഷ്ണുവിൽ ഏറ്റവും പ്രിയപ്പെട്ട പത്മിനി ഏകാദശി അഥവാ പുരുഷോത്തമ ഏകാദശി വ്രതത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കുടുംബത്തിൽ ഒഴിഞ്ഞുമാറാത്ത കടബാധ്യതകളും ദാരിദ്ര്യവും മാറി മക്കളുടെ നല്ല ആരോഗ്യവും ഭാവിക്കും വേണ്ടിയിട്ട് ഈ വ്രതം എങ്ങനെയാണ് കൃത്യമായി വീട്ടിൽ അനുഷ്ഠിക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഞാൻ വീഡിയോയിലൂടെ വിശദമായിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. 3 വർഷത്തിലൊരിക്കൽ വരുന്ന അധിക മാസത്തിൽ മാത്രമേ പത്മിനി ഏകാദശി വരാറുള്ളൂ. ഈ മാസത്തിലെ അധിപൻ മഹാവിഷ്ണു തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു വിഷ്ണു പൂജയ്ക്ക് പോലും 100 ഇരട്ടി ഫലമാണെന്ന് പറയുന്നത്. പുരാണങ്ങളിൽ പറയുന്നത് അങ്ങനെയാണ്. പണ്ട് മക്കളില്ലാതെ വിഷമിച്ച പത്മിനി എന്ന രാജ്ഞി അനസൂയ ദേവിയുടെ ഉപദേശപ്രകാരം ഈ വ്രതം അനുഷ്ഠിക്കുകയും അതിലൂടെ അതിപരാക്രമിയായ ഒരു മകനെ സ്വന്തമായിട്ട് ലഭിക്കുകയും ചെയ്തു. രാജ്ഞിയുടെ പേരിൽ നിന്നാണ് ഈ പത്മിനി ഏകാദശി എന്ന പേര് വന്നത്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഈ വ്രതം നോക്കണമെന്ന് പറയുന്നത്. ഈ വ്രതം അനുഷ്ഠിക്കേണ്ട രീതി എങ്ങനെയെന്ന് പറയാം. എങ്ങനെയാണ് നമ്മളിത് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം. വ്രതം ആരംഭിക്കുന്നത് ഏകാദശിയുടെ തലേ ദിവസമായ ദശമി നാളിലാണ്. ദശമി ദിവസം രാത്രി കട്ടിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കി ലളിതമായിട്ടുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കുക. ഏകാദശി ദിവസം രാവിലെ നേരത്തെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് നെയ്വിളക്കൊക്കെ ഭഗവാന് ചാർത്തി ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക. ഈ ദിവസം പൂർണ്ണ ഉപവാസം ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷേ അതായത് വെള്ളം മാത്രം കുടിച്ച് വ്രതം നോൽക്കുന്നവരുണ്ട്, ഫ്രൂട്ട്സുകൾ കഴിച്ചിട്ട് വ്രതം നോൽക്കുന്നവരുണ്ട്. അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവർക്ക് ജലപാനീയങ്ങളും പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ്. ഒരു കാരണവശാലും ചോറോ മറ്റു ധാന്യങ്ങളോ കഴിക്കാൻ പാടില്ല. ഈ ദിവസം പകൽ ഉറങ്ങാനും പാടില്ല. എണ്ണ തേച്ചുള്ള കുളിയും പാടില്ല. ഭഗവത് ചിന്തകളോടെ ഇരിക്കുകയും വിഷ്ണു സഹസ്രനാമം ഓം നമോ ഭഗവതി വാസുദേവായ, ഓം നമോ നാരായണായ എന്ന മന്ത്രമൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. പിറ്റേ ദിവസം ദ്വാദശി നാളിൽ രാവിലെ തുളസി തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഏകാദശി തീയതി ആരംഭിക്കുന്നത് മെയ് 26 ചൊവ്വാഴ്ച രാവിലെ 5 മണിക്ക് 10 മിനിറ്റാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത്. ഇത് പിറ്റേന്ന് അതായത് മെയ് 27 ബുധനാഴ്ച രാവിലെ 6 മണിക്ക് 21 മിനിറ്റ് വളരെ തിഥി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കലണ്ടർ പ്രകാരം മെയ് 27 ബുധനാഴ്ചയാണ് നമ്മൾ പത്മിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഈ വ്രതം ഹരിവാസര സമയം വരുന്നത് ബുധനാഴ്ച പുലർച്ചെ 12:47 മുതൽ ഉച്ചയ്ക്ക് 12:46 വരെയാണ്. വ്രതം നോറ്റ ശേഷം നമ്മൾ പാരണ വീടേണ്ടത് അതായത് വ്രതം അവസാനിപ്പിക്കേണ്ടത് മെയ് 28 വ്യാഴാഴ്ച രാവിലെ 6:03 7:56 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ്. ഈ സമയത്തിനുള്ളിൽ തുളസി തീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാകാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പലർക്കും സംശയമുള്ള കാര്യമാണ് ഈ പുരുഷോത്തമ മാസം എന്നത്. നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ ലിപ് ഇയർ വരുന്നത് പോലെ ഹിന്ദു ചന്ദ്ര കലണ്ടറിൽ 3 വർഷത്തിലൊരിക്കൽ വരുന്ന അധിക മാസമാണിത്. പണ്ട് സൂര്യസംക്രാന്തി നടക്കാത്തതിനാൽ ഇതിനെ ശുഭകാര്യങ്ങൾക്ക് കൊള്ളാത്ത മാസം എന്ന് വിളിക്കാറുണ്ട്. അത് മാറ്റി നിർത്താറുണ്ട് പലരും. അപ്പോൾ സങ്കടത്തിലായ ഈ മാസത്തെ സാക്ഷാൽ മഹാവിഷ്ണു തൻ്റെ സ്വന്തം നാമമായ പുരുഷോത്തമൻ എന്ന പേര് നൽകി അനുഗ്രഹിക്കുകയായിരുന്നു. ഈ മാസത്തിൽ ചെയ്യുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് 100 ഇരട്ടി ഫലമാണ് ഭഗവാൻ നൽകുന്നത്. അപ്പോൾ നമ്മൾ വ്രതം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ വ്രതം തുടങ്ങുന്നതിന് തലേ ദിവസമായുള്ള ദശമി നാളിലാണ്, അതായത് മെയ് 26
ചൊവ്വാഴ്ച രാത്രി സൂര്യാസ്തമയത്തിന് മുൻപായിട്ട് ലളിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് വ്രതം ആരംഭിക്കുക. മാംസ്യാഹാരങ്ങളും ഉള്ളി, വെളുത്തുള്ളി എന്നിവയും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഏകാദശി ദിവസമായ ബുധനാഴ്ച രാവിലെ നേരത്തെ ഉണർന്ന്, അതായത് ബ്രഹ്മമുഹൂർത്തി തന്നെ കുളിച്ച് എഴുന്നേറ്റ് ശുദ്ധമായിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നിലവിളക്ക് കൊളുത്തണം. നെയ്വിളക്ക് ചാർത്താണി അത്രയും നല്ലത്. ഭഗവാനെ തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക. ഈ ദിവസം വെള്ളം മാത്രം കുടിച്ച് പൂർണ്ണ ഉപവാസം ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലവർക്കും ഉണ്ടാവും. പല രീതിയിലുള്ള അസുഖങ്ങളുള്ളവരാണ് ഇപ്പോൾ എല്ലാവരും. അതുകൊണ്ട് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് മാത്രം വ്രതം എടുക്കാൻ നോക്കുക. മനസ്സിൽ ചീത്ത ചിന്തകളും അനാവശ്യ ചിന്തകളെല്ലാം മാറ്റിവെച്ച് മറ്റുള്ളവരോട് ദുഷിച്ച വർത്തമാനങ്ങളൊന്നും പറയാതെ നല്ല മനസ്സോടെ നിങ്ങൾ വ്രതം എടുക്കുക. പറ്റുന്നവർ ഫ്രൂട്ട്സോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വ്രതം എടുക്കാൻ നോക്കുക. പഴവർഗ്ഗങ്ങൾ കഴിക്കാം, ഒരു കുഴപ്പമില്ല. കരിക്ക് കഴിക്കാം. ചോറോ മറ്റ് ധാന്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഈ ദിവസം പകലും ഉറങ്ങാൻ പാടില്ല. ഉറപ്പായിട്ടും എണ്ണ തേച്ച് കുളിക്കാനും പാടില്ല കേട്ടോ. ഭഗവത് ചിന്തകളോടെ ഇരിക്കുകയും വിഷ്ണു സഹസ്രനാമം, ഓം നമോ നാരായണായ എന്ന മന്ത്രം എന്നിവയൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച രാവിലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. അതല്ല നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം. അതുപോലെ അവിടെ നിന്ന് തീർത്ഥം കുടിച്ചിട്ടാണെങ്കിലും വ്രതം അവസാനിപ്പിക്കാം കേട്ടോ. അപൂർവമായിട്ട് മാത്രം വരുന്ന ഈ പുരുഷോത്തമ ഏകാദശി വ്രതം കൃത്യമായും ഭക്തിയോടെ നമ്മൾ നോൽക്കാനായിട്ട് എല്ലാ മാതാപിതാക്കൾക്കും ഭക്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പുരുഷോത്തമ മാസത്തിൽ ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ തുളസി സമർപ്പണം, സഹസ്രനാമാർച്ചന, ദീപം തെളിയിക്കൽ, അന്നദാനം എന്നിവയൊക്കെ നടത്തുന്നത് അത്യന്തം പുണ്യമാണ്. ഓം നമോ നാരായണായ എന്ന നാമജപവും വിഷ്ണു സഹസ്രനാമ പാരായണവും ഒക്കെ ഈ മാസത്തിൽ അനന്ത ഫലം നൽകുമെന്നാണ് പുരാണങ്ങളൊക്കെ പറയുന്നത്. വലിയ വഴിപാടുകളേക്കാൾ ഭക്തിയോടെയുള്ള ഒരു പ്രാർത്ഥനയും നിർമ്മലമായിട്ടുള്ള മനസ്സുമാണ് പുരുഷോത്തമ മാസത്തിലെ ഏറ്റവും വലിയ സമർപ്പണം. ഈ പുരുഷോത്തമ മാസം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക ഒരു കഥയുണ്ടായിരുന്നു. ഒരിക്കൽ എല്ലാ മാസങ്ങൾക്കും തങ്ങളുടെ മഹത്വം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു മാസം മാത്രം എല്ലാവരും അവഗണിക്കപ്പെട്ടു. ആ ഒരു മാസമായിരുന്നു അധികമാസം. ശുഭകാര്യങ്ങൾക്കൊന്നും ആരും അതിന് തിരഞ്ഞെടുക്കുകയുണ്ടായിരുന്നില്ല. വിവാഹങ്ങളില്ല, ആഘോഷങ്ങളില്ല. അതുപോലെ മലമാസം എന്നൊക്കെ വിളിച്ച ആളുകൾ അതിനെ അകറ്റി നിർത്തി. അപമാനവും ദുഃഖവും സഹിക്കാനാവാതെ അധികമാസം എല്ലാ ദേവന്മാരുടെയും സന്നിധിയിലെത്തി. പക്ഷേ ആരും അതിനെ സ്വീകരിച്ചില്ല. അവസാനം അത്യന്തം വിഷമത്തോടെ അധികമാസം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിലെത്തി കരഞ്ഞു. പ്രഭു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. എനിക്ക് ആരുടെയും മാനമില്ല. അപ്പോൾ കരുണാനിധിയായ മഹാവിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി മുതൽ നീ ഉപേക്ഷിക്കപ്പെട്ട ഒരു മാസമല്ല, എൻ്റെ സ്വന്തം മാസമാണ്. എൻ്റെ പേരായ പുരുഷോത്തമൻ എന്ന നാമം ഞാൻ നിനക്ക് നൽകുന്നു. ഈ നിമിഷം മുതൽ അധികമാസം പുരുഷോത്തമ മാസം എന്ന വിശുദ്ധ നാമത്തിൽ അറിയപ്പെട്ടു. ഈ മാസത്തിൽ ചെയ്യുന്ന ജപവും ധ്യാനവും ദാനവും ഭക്തിയും അനന്ത പുണ്യം നൽകുമെന്ന് മഹാവിഷ്ണു അനുഗ്രഹിച്ചു. അങ്ങനെ ഈ ലോകം അവഗണിച്ച മാസം ദൈവകൃപയാൽ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള മാസമായി മാറി. അങ്ങനെ പുരുഷോത്തമ മാസം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ലോകം അവഗണിച്ചാലും ദൈവകൃപ ലഭിച്ചാൽ ഏതു കാലവും പുണ്യകാലമായിട്ട് മാറാം. ഭക്തിയോടെയുള്ള ഒരു നാമജപം, സത്യസന്ധമായിട്ടുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ചെറിയൊരു സത്കർമ്മം പോലും ഈ മാസത്തിൽ വലിയ ഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ പുരുഷോത്തമ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം: മനസ്സിനെ ശുദ്ധമായി ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്മരിച്ച് ആത്മീയപരമായി ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് ഈ ദിവ്യമാസത്തിൻ്റെ യഥാർത്ഥ സന്ദേശം.